ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ ഗ്രാമർ റൂൾസ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഒരുപാട് കേൾക്കുകയും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ 30 ദിവസത്തെ ഒരു ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ഡെയിലി ലൈഫിൽ പറയുന്ന പല സംഭാഷണങ്ങളും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് നോക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വരുണും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. വരുണിന്റെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുണും അമ്മയും കൂടെ ടോയ് ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വരുൺ അമ്മയോട് പറയുകയാണ്, അമ്മേ, എനിക്കൊരു പുതിയ കളിപ്പാട്ടം വേണം. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം അല്ലെങ്കിൽ വേണ്ടി വരിക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം. ഐ നീഡ് എ ന്യൂ ടോയ്. എ ന്യൂ ടോയ്, ഒരു പുതിയ കളിപ്പാട്ടം. ഐ നീഡ് എ ന്യൂ ടോയ്, എനിക്കൊരു പുതിയ കളിപ്പാട്ടം വേണം. ഇത് കേട്ട അമ്മ പറയാണ്, ഓ നോ വരുൺ, just last week you purchased a new toy. We are here now to purchase your friend a birthday gift. ഇല്ല വരുൺ, കഴിഞ്ഞ ആഴ്ച നീ ഒരു പുതിയ കളിപ്പാട്ടം വാങ്ങി. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നിൻ്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തിന് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ ജന്മദിന സമ്മാനം വാങ്ങാനാണ്. ഓ നോ വരുൺ, ഓ ഇല്ല വരുൺ, ജസ്റ്റ് ലാസ്റ്റ് വീക്ക് യു പർച്ചേസ്ഡ് എ ന്യൂ ടോയ്. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. യു പർച്ചേസ്ഡ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങുക എന്നാണ് അർത്ഥം. യു പർച്ചേസ്ഡ്, നീ വാങ്ങി. എ ന്യൂ ടോയ്, ഒരു പുതിയ കളിപ്പാട്ടം. വി ആർ ഹിയർ നൗ ടു പർച്ചേസ് യുവർ ഫ്രണ്ട് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. വി ആർ ഹിയർ നൗ ടു പർച്ചേസ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വാങ്ങാനാണ്. യുവർ ഫ്രണ്ട് എ ബർത്ത്ഡേ ഗിഫ്റ്റ്, നിന്റെ സുഹൃത്തിന് ഒരു ജന്മദിന സമ്മാനം. വീണ്ടും കളിപ്പാട്ടത്തിന് വേണ്ടി വരുൺ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലീസ് മോം, ദയവായി അമ്മേ. അപ്പോൾ അമ്മ പറയാണ്, നോ, ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് സംതിങ് ഫോർ യുവർ ഫ്രണ്ട്. വാട്ട് ഡസ് ഹി ലൈക്ക്. ഇല്ല, നിന്റെ സുഹൃത്തിന് എന്തെങ്കിലും കണ്ടെത്താൻ, അതായത് എന്തെങ്കിലും കളിപ്പാട്ടം കണ്ടെത്താൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ എന്നെ സഹായിക്കാമോ. അവൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് ഇഷ്ടം. നോ, ഇല്ല. ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ സഹായിക്കാമോ. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെടുക്കുക, അന്വേഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സംതിങ്, എന്തെങ്കിലും. ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് സംതിങ്, എന്തെങ്കിലും കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ. ഫോർ യുവർ ഫ്രണ്ട്, നിൻ്റെ സുഹൃത്തിന് വേണ്ടി. അതായത് എന്തെങ്കിലും കളിപ്പാട്ടം നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ഹി ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. വാട്ട് ഡസ് ഹി ലൈക്ക്, അവൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് ഇഷ്ടം. ഇതിന് മറുപടിയായിട്ട് ഒരു ഹെലികോപ്റ്റർ കാണിച്ചുകൊണ്ട് വരുൺ പറയുകയാണ്, ദിസ് ടോയ് ഹെലികോപ്റ്റർ. ഈ ടോയ് ഹെലികോപ്റ്റർ. ഇത് കേട്ട അമ്മ പറയുകയാണ്, ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് യു ലൈക്ക്. അതാണ് നീ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ അതാണ് നീ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തിങ്ക് എന്ന് പറഞ്ഞാൽ കരുതുക, തോന്നുക, ചിന്തിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ തിങ്ക്, ഞാൻ കരുതുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് വാട്ട് യു ലൈക്ക്, അതാണ് നിനക്കിഷ്ടം. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് യു ലൈക്ക്, അതാണ് നിനക്കിഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ കരുതുന്നു. അപ്പോൾ വരുൺ പറയുകയാണ്, ഹി വിൽ ലൈക്ക് ഇറ്റ് ടു. അവനും അത് ഇഷ്ടപ്പെടും. ഹീ വിൽ ലൈക്ക്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഇഷ്ടപ്പെടുക. ഹീ വിൽ ലൈക്ക്, അവൻ ഇഷ്ടപ്പെടും. ഹീ വിൽ ലൈക്ക് ഇറ്റ് ടു, അവനും അത് ഇഷ്ടപ്പെടും. വീണ്ടും അമ്മ ചോദിക്കുകയാണ്, ആർ യു ഷുവർ, നിനക്ക് ഉറപ്പാണോ. ആർ യു ഷുവർ എന്ന് വെച്ചാൽ നിനക്ക് ഉറപ്പാണോ. ഇതിന് മറുപടിയായി വരുൺ പറയുകയാണ്, അതെ, ഞാനും അവനും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഹീ ആൻഡ് ഐ ലൈക്ക്, അവനും ഞാനും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവനും എനിക്കും ഇഷ്ടമാണ്. ദ സെയിം തിങ്സ്. തിങ് എന്ന് പറഞ്ഞാൽ സാധനം അല്ലെങ്കിൽ കാര്യം എന്നൊക്കെയാണ് അർത്ഥം. സെയിം തിങ് എന്ന് വെച്ചാൽ ഒരേ കാര്യം അല്ലെങ്കിൽ ഒരേ സാധനം. ഹി ആൻഡ് ഐ ലൈക്ക് ദ സെയിം തിങ്സ്. അവനും ഞാനും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവനും എനിക്കും ഒരേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ സാധനങ്ങൾ ഇഷ്ടമാണ്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ഓക്കെ, ലെറ്റ്സ് ബൈ ഹിം ദാറ്റ് ഹെലികോപ്റ്റർ. ശരി, നമുക്ക് അവന് ആ ഹെലികോപ്റ്റർ വാങ്ങാം. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ലെറ്റ്സ് ബൈ, നമുക്ക് വാങ്ങാം. ഓക്കെ, ലെറ്റ്സ് ബൈ ഹിം ദാറ്റ് ഹെലികോപ്റ്റർ. ശരി, നമുക്ക് അവന് ആ ഹെലികോപ്റ്റർ വാങ്ങാം. അപ്പോൾ വരുൺ പറയാണ്, I can play with it at his house. If I like it, can you please buy one for me also? അവൻ്റെ വീട്ടിൽ എനിക്ക് ഇതുകൊണ്ട് കളിക്കാം. എനിക്കത് ഇഷ്ടമായാൽ എനിക്കും ഒന്ന് വാങ്ങാമോ. ഐ ക്യാൻ പ്ലേ വിത്ത് ഇറ്റ് അറ്റ് ഹിസ് ഹൗസ്. പ്ലേ, കളിക്കുക. ഐ ക്യാൻ പ്ലേ, എനിക്ക് കളിക്കാം. ഐ ക്യാൻ പ്ലേ വിത്ത് ഇറ്റ്, എനിക്കിതുകൊണ്ട് കളിക്കാം. അറ്റ് ഹിസ് ഹൗസ്, അവൻ്റെ വീട്ടിൽ. ഇഫ് ഐ ലൈക്ക് ഇറ്റ്, ക്യാൻ യു പ്ലീസ് ബൈ വൺ ഫോർ മീ ഓൾസോ. ഇഫ് ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമായാൽ അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടാൽ. ക്യാൻ യു പ്ലീസ് ബൈ, ബൈ വാങ്ങുക.
ക്യാൻ യു പ്ലീസ് ബൈ, നിങ്ങൾക്ക് ദയവായി വാങ്ങാമോ? വൺ ഫോർ മീ ഓൾസോ, ഒന്ന് എനിക്കും. ഇതിന് മറുപടിയായി അമ്മ പറയുകയാണ്, ഓക്കെ വി ക്യാൻ പർച്ചേസ് എ ടോയ് ദാറ്റ് യു ലൈക്ക് ഫോർ യുവർ ബർത്ത്ഡേ. ശരി, നിൻ്റെ ജന്മദിനത്തിന് നീ ഇഷ്ടപ്പെടുന്നൊരു കളിപ്പാട്ടം നമുക്ക് വാങ്ങാം. ഓക്കെ ശരി, വി ക്യാൻ പർച്ചേസ് എ ടോയ്. പർച്ചേസ് വാങ്ങുക, വി ക്യാൻ പർച്ചേസ് എ ടോയ്, നമുക്കൊരു കളിപ്പാട്ടം വാങ്ങാം. ദാറ്റ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുന്നത്. ഫോർ യുവർ ബർത്ത്ഡേ, നിൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ നിൻ്റെ ജന്മദിനത്തിന്. ഇത് കേട്ട് വരുൺ അമ്മയോട് നന്ദി പറയുകയാണ്. Thank you. My birthday is next month. നന്ദി, എൻ്റെ ജന്മദിനം അടുത്ത മാസമാണ്. നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം. മൈ ബർത്ത്ഡേ ഈസ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസമാണ് എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെ ജന്മദിനം. അപ്പോൾ അമ്മ പറയുകയാണ്, യു ആർ എ സ്മാർട്ട് ബോയ് വരുൺ, നീ ഒരു മിടുക്കനാണ് വരുൺ. സ്മാർട്ട്, മിടുക്കനായ. യു ആർ എ സ്മാർട്ട് ബോയ്, നീ ഒരു മിടുക്കനാണ്. വീണ്ടും വരുൺ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് കോൺവെർസേഷൻ അവസാനിക്കുകയാണ്. Thanks, Mom. നന്ദി അമ്മേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഹൂ ആർ വരുൺ ആൻഡ് ഹിസ് മദർ ഷോപ്പിംഗ് ഫോർ? എ വരുൺ, ബി വരുൺസ് ബ്രദർ, സി വരുൺസ് ഡാഡ്, ഡി വരുൺസ് ഫ്രണ്ട്. വാട്ട് ആർ ദേ ഷോപ്പിംഗ് ഫോർ? എ എ ബർത്ത്ഡേ പ്രസൻറ്റ്, ബി ഗ്രോസറീസ്, സി ബുക്സ്, ഡി ക്ലോത്ത്സ്. What does Varun want to buy? A toy car, B toy airplane, C toy helicopter, D building blocks. When is Varun's birthday? A tomorrow, B next month, C next week, D it was yesterday. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം വരുൺ പറയുന്നത് ഞാൻ പറയും, അമ്മ പറയുന്നത് നിങ്ങൾ പറയാം. Mom, I need a new toy. Please, Mom. This toy helicopter. He will like it too. Yeah, he and I like the same things. I can play with it at his house. If I like it, can you please buy one for me also? Thank you. My birthday is next month. Thank you, Mom. അപ്പം ഇനി നമുക്ക് നേരെ തിരിച്ച് പറയാം. അമ്മ പറയുന്നത് ഞാൻ പറയും, വരുൺ പറയുന്നത് നിങ്ങൾ പറയാം. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാം. Oh no, Varun. Just last week you purchased a new toy. We are here now to purchase your friend a birthday gift. No, can you help me find something for your friend? What does he like? I think that's what you like. Are you sure? Okay, let's buy him that helicopter. Okay, we can purchase a toy that you like for your birthday. You are a smart boy, Varun. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ അടുത്ത കോൺവെർസേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.